ദുബായിൽ ഇവിടെ വിന്റർ ആയതുകൊണ്ട് നല്ല തണുപ്പാണ്. ഒരു വൺ ഡേ ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഒരു ഔട്ട്ഡോർ കുക്കിംഗ് ഒക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. പിക്നിക് സ്പോട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. കുക്കിങ്ങിനാവശ്യമായ സാധനങ്ങളൊക്കെ എടുത്തുവച്ചു. അധികമാരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു അടിപൊളി ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഇവിടെ കാർത്തിക് ലിൻഡയുണ്ട്. മലയിടുക്കിലൂടെ ഒഴുകി വരുന്ന അരുവിയിൽ കുളി പാസാക്കി നല്ല ഫുഡൊക്കെ കഴിച്ച് സൊറ പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇന്ന് ഞങ്ങൾ പോകുന്ന ലൊക്കേഷൻ. ദുബായിൽ നിന്നും വെറും 1.25 മണിക്കൂറോളം യാത്ര ചെയ്താൽ മതി ഈ ക്യാമ്പിംഗ് സൈറ്റിലെത്താൻ. വിശാലമായ റോഡിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുബായ് സിറ്റി വിട്ടുകഴിഞ്ഞാൽ മരുഭൂമിയുടെ ഭാഗങ്ങളായി. ഇവിടെ ഒട്ടകങ്ങളെയൊക്കെ കാണാം. കുറച്ചു ദൂരം ചെന്നപ്പോൾ റോഡിന് ഇരുവശവും പാറക്കെട്ടുകളായി. വലിയൊരു മല തുറന്നുണ്ടാക്കിയ ടണലിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നല്ല വലിയ ടണലാണ്. ടണലിൽ നിന്നും വീണ്ടും ഇരുവശവും പാറക്കെട്ടുകൾ നിറഞ്ഞ റോഡിലേക്ക് കയറി. ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ കാണുന്നത്. കുറേ നേരത്തിന് ശേഷമാണ് ഇവിടെ കുറച്ച് പച്ചപ്പ് കാണുന്നത്. ദുബായിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറോളം യാത്ര ചെയ്ത് എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ പെട്ടെന്ന് ഒമാനിലേക്ക് കയറി. ശരിക്കും ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UAE-ക്കകത്ത് ഒമാൻ്റെ ഒരു പ്രദേശമുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ദുബായിലെ നമ്പറൊക്കെ പെട്ടെന്ന് ഇന്റർനാഷണൽ റോമിങ്ങിലേക്ക് മാറി. വേണം ഉറക്കമാണോ? അല്ല, ഇതൊരു ബോറൻ റോഡ് ട്രിപ്പാ. പാട്ടും ഇല്ല, ഒന്നുമില്ല. പാട്ട് വെക്കാൻ പറഞ്ഞാ പാട്ട് വെക്കില്ല. ഡാഡി വൈബ് റോഡ് ട്രിപ്പ്. കാർത്തികേ, ഇവിടെ നിർത്തി നമുക്കൊരു ചായ കുടിച്ചാലോ? പിന്നെന്താ, അവിടെ നിന്ന് കുടിക്കാം. അങ്ങനെ ഒമാനിലിറങ്ങി ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. എന്താണ് ഓർഡർ ചെയ്തത്? ഫ്രഷ് മിൽക്ക് ചായ. ഫ്രഷ് മിൽക്ക് ചായ. ഇതോട്ട് ഇവിടെ എല്ലാവരും ഈ ഫ്രഷ് മിൽക്ക് എന്ന് പറയുന്നത് റെയിൻബോ വെച്ച് കുടിക്കേണ്ടി വരും. റെയിൻബോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെയൊക്കെ ചായ ഉണ്ടാക്കാറ്. പക്ഷേ നമ്മൾ മലയാളികൾ സാധാരണ അത് കുടിക്കാറില്ല. അതുകൊണ്ടാണ് ഫ്രഷ് മിൽക്ക് ചായ എന്ന് ഓർഡർ കൊടുക്കുന്നത്. നല്ല ചൂട് സമൂസ കേട്ടോ. നല്ല ചൂട്. അങ്ങനെ ചായ കുടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി വലിയ ദൂരമില്ല നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിലെത്താൻ. उधर बारबेक्यू बना सोचो, ये कर सकते हैं. पिकनिक पॉइंट है इधर, पानी है, पानी है उधर. वादी में पानी है, जी नहा सकते हैं ना. ഇവിടെ ക്യാമ്പിങ്ങിന് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ലെങ്കിലും കാർ പാർക്കിങ്ങിന് 20 ദിർഹംസ് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിലെത്തി. ഇതാണ് അൽ സാദ റിവർ വാദി. UAE-ക്കകത്തുള്ള ഒമാന്റെ ഒരു ഭാഗമാണ് ഈ സ്ഥലമെങ്കിലും ഇങ്ങോട്ട് വരാൻ വിസയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പിക്നിക് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ വേണം നമുക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്യണം, ടെന്റ് അടിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ആദ്യം ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. വലിയ മലകൾക്കിടയിലെ ഒരു വാലിയാണിത്. വാദി എന്ന് പറഞ്ഞാൽ അറബിയിൽ താഴ്വര എന്നാണ് അർത്ഥം. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒപ്പം വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. UAE-യിലെ മൊബൈൽ കണക്ഷനൊന്നും ഇവിടെ വർക്കാവില്ല. ഒമാന്റെ ഏതെങ്കിലും സിം എടുത്താലേ ഇവിടെ നിങ്ങൾക്ക് കോൾ ചെയ്യാനൊക്കെ സാധിക്കൂ. ഈ തെളിഞ്ഞ വെള്ളമുള്ള അരുവിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. കുറച്ച് വെള്ളമേ ഉള്ളെങ്കിലും ഇതിലിറങ്ങി നീന്തി കുളിക്കാം. ലിൻഡയും കാർത്തിക്കും വന്നപാടെ വെള്ളത്തിൽ ചാടിയതാണ്. പുഴയെന്ന് കല്ല് വരെയെന്നെ ദുബായ് പോലീസ് പിടിച്ചു. ഇനി ക്യാമ്പിങ്ങിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം. ടെന്റ് അടിച്ചാലോ? ആദ്യം തന്നെ 6 ലിറ്റർ വെള്ളമുണ്ട്. അതുപോലെ നമുക്ക് 3 പേർക്ക് പിന്നെ ധാരാളം 3 കസേര എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടേബിളാണ്. അങ്ങനെ നമ്മുടെ ടേബിളും സെറ്റ്.
അപ്പോൾ ബാർബിക്യൂനുള്ള ഫുൾ സെറ്റപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ നമ്മൾ ഐസ് ബോക്സിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബീഫ്, ഹമ്മൂസ്, പിന്നെ കുറച്ച് മിക്സഡ് ഫ്രൂട്ട്സ്, പിന്നെ കുറച്ച് നൂഡിൽസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ, പക്ഷെ ഒരു 5-6 പേർക്കുള്ള സാധനമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ടേബിൾ നിറച്ച സാധനമുണ്ട് തിന്നാൻ ഇന്ന്. വയറ് വാടകയ്ക്ക് എടുത്താ ഞങ്ങള് വന്നേക്കുന്നേ. ഇതെന്താ മാങ്ങയാ? തിന്നാറായില്ല. നല്ല പൗത്ത മാങ്ങ. അതെന്താ തേൻമുട്ടായി ആണോ? അവിടെ തേന്നിലാവെന്ന് പറയാ. ബിരിയാണി ഇല്ല? ബിരിയാണി ബിരിയാണി ഉണ്ട്. പൊറോട്ട? ബിരിയാണി, പൊറോട്ട, നെയ്ച്ചോറ്, ചപ്പാത്തി, ഇത് വേണ്ട. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും എന്നാണ് ഇവിടെ ഒളിച്ചു നിന്ന് പരിപാടി? മേക്കപ്പ് എല്ലാം വെള്ളം കൊണ്ടുപോയി. കാർത്തിക് എന്താണ് ഇവിടെ കാര്യമായ പരിപാടി? എല്ലായിടത്തും ഒക്കെ ഞാൻ തന്നെ ഉള്ളൂ. അയ്യോ പാവം. എന്നാ എനിക്ക് ഇച്ചിരി. അതെ, സന്ധ്യ ആവാറായി. പതുക്കെ ബാർബിക്യൂ തുടങ്ങിയാലോ? കത്തിക്കട്ടെ? കത്തിക്കട്ടെ? കത്തിച്ചോ. ഞാൻ ചാക്ക് എടുക്കട്ടെ? ചാക്കെടുത്തോ. ഞാൻ ചാക്കോ കേറ്റി എന്നാ സഞ്ചി ഇറക്കി. ഏതോ ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ മൊത്തം എങ്ങനെയാ പോരുന്നത്? 3, 2, 1. നിന്റെ ആ കത്തിക്കുന്ന സാധനം ഇതതിൻ്റെ അകത്ത്. ചെറുതായിട്ടൊന്ന് പൊള്ളി. കയ്യ മുഴുവൻ കരിയായി. പിന്നെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ബ്രോ എന്നാ 2 മീനെ പിടിച്ചോ, നമുക്ക് ചുട്ട് തിന്നാം. മറ്റേ സ്ട്രോബെറി കഴുകുന്നില്ലേ? സ്ട്രോബെറി കഴുകണം. സ്ട്രോബെറി പറമ്പിൽ നിന്ന് ഞാൻ സ്ട്രോബെറി പറിച്ചുകൊണ്ട് വരുന്നു. നോക്കണതാണ്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ വൈകുന്നേരം ഒരു 3 മണിക്ക് മുമ്പെങ്കിലും എത്തണം. 3 മണിക്ക് മുമ്പ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ചാടി ഒരു കുളിയൊക്കെ കുളിച്ച ശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പതുക്കെ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യാം. ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ സൺസെറ്റ് ആവും, അപ്പോൾ ഇരുട്ടാവും. അതിന് മുമ്പ് തന്നെ ബാർബിക്യൂ ഒക്കെ കത്തിച്ച് തുടങ്ങിയാൽ വൈകുന്നേരം ഒരു 10 മണി വരെയൊക്കെ ഇവിടെ ഇരുന്ന് നന്നായിട്ട് ബാർബിക്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് മൊബൈലൊക്കെ ഓഫാക്കി വെച്ചിട്ട് സന്തോഷമായിട്ട് പോവാം. വീശ് നന്നായിട്ട് വീശ്. നല്ല വീശുകാരനാ. അടിപൊളി. ഇത് കാണുമ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കും എന്ത് മസാലയാണ് ഇതിന് ഉപയോഗിച്ചതെന്ന്. ശരിക്കും പറഞ്ഞാൽ നേരം കിട്ടിയില്ല. അതുകൊണ്ട് ഒരു റെഡിമെയ്ഡ് മസാല മേടിച്ചിട്ട് ഞങ്ങളങ്ങ് മാരിനേറ്റ് ചെയ്തതാണ്. അതിൻ്റെ കൂടെ കുറച്ച് ലെമൺ ജ്യൂസും ചേർത്തു. അത്രേ ചെയ്തിട്ടുള്ളൂ. ഇത് ദുബായി കിട്ടുന്നതാണ്. റൂഹ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ മസാലയാണ്. അത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു മസാലയാണെന്ന് ഇങ്ങനെ കേട്ടിട്ടാണ് ഞാൻ ഈ റൂഹ് മേടിച്ചത്. അതിൻ്റെ കൂടെ നമ്മൾ ലെമൺ ജ്യൂസ് മാത്രം ചേർത്താൽ മതി. പിന്നെ ആ മസാല ഒരുപാട് ചേർക്കരുത്. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം ഒരാളുടെ കൂടെ പോയി ഇതൊന്ന് ടേസ്റ്റ് ചെയ്തതായിരുന്നു. പക്ഷെ ഒരുപാട് മസാല ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് കൂടുതലായിട്ട് തോന്നും ഈ റൂഹിന്. ഉപ്പൊക്കെ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഓവറായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. കേട്ടാ പുക വന്നു നെയ്യ് വന്നു. ഇത് കുറച്ച് ബട്ടറും സാധാരണ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലും കൂടെ മിക്സ് ചെയ്തതാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിങ്ങനെ ചിക്കൻ്റെ പുറത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഡ്രൈ ആയി പോകാതിരിക്കാനാണ്. 10-15 മിനിറ്റ് കൂടുതലൊന്നും വെക്കരുത്. ഓവറായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോവും. നമ്മൾ നല്ല ജ്യൂസി ആയിട്ട് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഒരു കത്തി എടുത്ത് ഇങ്ങനെ ഒന്ന് ഇറക്കി നോക്കുമ്പോൾ നന്നായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം വന്നിട്ടുണ്ടാവും. എപ്പോഴും ഇങ്ങനെ ബാർബിക്യൂ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും വെക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സൈഡ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. മറ്റേ ഒന്നുകൂടെ വെക്കണമായിരുന്നു. ഇല്ല സെറ്റാണ്. പെപ്പർ, ഞങ്ങൾ കുറച്ച് സോൾട്ടും പെപ്പറും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. വീട്ടിൽ ഞാൻ സ്റ്റൗവിലൊക്കെ വെച്ചുകൊണ്ടിരുന്ന പാനാണ്. ഇനി അതെടുത്തിട്ട് കരിയെ വെക്കാൻ പോവാം. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ഇടണം. ബട്ടറും കുറച്ച് എണ്ണയും കൂടി ഇടണം. ബട്ടർ മാത്രം ഇട്ടാൽ എന്താണെന്നറിയോ, കരിഞ്ഞു പോകും.
ബട്ടറൊക്കെ ഉരുകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ബീഫ് അങ്ങ് വെച്ച് കൊടുക്കുക. കുറച്ച് വെളുത്തുള്ളിയും കൂടെ സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഇത് മറക്കാൻ സമയമായി. പെട്ടെന്ന് തന്നെ മറച്ചില്ലെങ്കിൽ ഇത് ഹാർഡായി പോകും. സ്റ്റേക്ക് വളരെ കുറച്ച് സമയം മാത്രം കുക്ക് ചെയ്താൽ മതി. കുറച്ച് റോസ്മേരിയും കൂടി ഇട്ടേക്കാം. സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ബട്ടറും ഈ ഗാർലിക്കും എല്ലാം കൂടി ഇതിന് മുകളിലേക്ക് ഒഴിക്കണം. നമ്മൾ തന്നെ കുക്ക് ചെയ്ത് അതൊക്കെ കഴിച്ച് ഈ തണുപ്പത്തിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. മൊബൈലൊന്നും ഇല്ലാതെ ചുമ്മാ ആകാശത്തെ നക്ഷത്രങ്ങളെയും നോക്കി ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കണം. ലൈറ്റ് ഓഫ് ചെയ്താലും ഇവിടെ ചന്ദ്രൻ്റെ നല്ല വെളിച്ചമുണ്ട്. UAE-യിലുള്ളവർ സാധിക്കുമെങ്കിൽ ഈ സ്ഥലം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഞങ്ങളങ്ങനെ ഇവിടെ നിന്നും പോകാനുള്ള ഒരുക്കത്തിലാണ്. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിരിച്ചു വണ്ടിയിൽ കയറ്റി വെക്കുകയാണ്. വേസ്റ്റൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാക്ക് ചെയ്ത് ഇവിടെ തന്നെ വെക്കണം. അപ്പോൾ ഇവർ ഒന്ന് എടുത്തോണ്ട് പൊക്കോളൂ. അതൊക്കെ നമ്മൾ ഇരുന്നതിൻ്റെ തൊട്ടടുത്തായി തന്നെ വാഷ്റൂം പോലുള്ള ബേസിക് സൗകര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, നമുക്ക് വിട്ടാലോ? പോവാം. പോകാൻ തോന്നുന്നില്ലല്ലേ? ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.